കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൽ നിന്ന് ബോളിവുഡ് താരം ദീപിക പദുക്കോൺ പുറത്തായതിൻ്റെ കാരണം തേടുകയാണ് ആരാധകർ. നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസാണ് ദീപികയെ രണ്ടാം ഭാഗത്തിൽ നിന്ന് പുറത്താക്കിയ വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളും ദീപികയും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്നാണ് ഈ നീക്കമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിർമ്മാതാക്കളോട് പ്രതിബദ്ധത കാണിക്കാത്തതിനാലാണ് ദീപികയെ ഒഴിവാക്കുന്നതെന്ന് വൈജയന്തി മൂവീസിൻ്റെ വിശദീകരണത്തിൽ നിന്ന് വ്യക്തവുമാണ്. കൽക്കിയുടെ സീക്വലിൽ അതിശക്തമായ വേഷമാണ് ദീപികയ്ക്കായി നീക്കിവെച്ചിരുന്നത്. എന്നാൽ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ആരംഭ ചർച്ചകൾ മുതൽ ദീപിക നിർമ്മാതാക്കളുമായി സഹകരിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കൽക്കിയുടെ ആദ്യ ഭാഗം ചെയ്യാൻ വാങ്ങിയ പ്രതിഫലത്തിൻ്റെ 25% വർധനവ് രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കാൻ ദീപിക ആവശ്യപ്പെട്ടു. ഇതാണ് നിർമ്മാതാക്കളെ ചൊടിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദീപിക ആവശ്യപ്പെട്ട പ്രതിഫലം പ്രഭാസിൻ്റെ പ്രതിഫലത്തേക്കാൾ ഉയർന്നതാണ്. മാത്രമല്ല, ഒരു ദിവസം 7 മണിക്കൂറിൽ കൂടുതൽ ഷൂട്ടിങ്ങിന് സഹകരിക്കാൻ സാധിക്കില്ലെന്നും ദീപിക നിലപാടെടുത്തു. VFX സഹായത്തോടെ ചിത്രീകരിക്കേണ്ട സിനിമയാണ് കൽക്കി. അതിനാൽ തന്നെ ചില രംഗങ്ങൾ ചിത്രീകരിക്കാൻ മണിക്കൂറുകൾ വേണ്ടിവരും. ഒരു ദിവസം 7 മണിക്കൂർ മാത്രമേ സഹകരിക്കാൻ സാധിക്കൂവെന്ന് ദീപിക നിലപാടെടുത്താൽ അത് ഷൂട്ടിങ്ങിനെ പ്രതികൂലമായി ബാധിക്കുകയും സിനിമയുടെ ചെലവ് ഉയരാൻ കാരണമാകുകയും ചെയ്യും. ഈ കാരണങ്ങളെല്ലാം ദീപികയും നിർമ്മാതാക്കളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാക്കി. ചിത്രീകരണ വേളയിൽ ദീപികയ്ക്ക് വിശ്രമിക്കാൻ ആഡംബര സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് പോലും നിർമ്മാതാക്കൾ സമ്മതിച്ചതാണ്. എന്നാൽ തൻ്റെ ടീമിലെ 25 പേർക്കടക്കം താമസിക്കാൻ 5 സ്റ്റാർ ഹോട്ടൽ വേണമെന്നാണ് ദീപിക ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ സിനിമാ സെറ്റിലും ദീപികയ്ക്കൊപ്പം 25 പേരടങ്ങുന്ന സഹായി സംഘമുണ്ടാകും. ഇവർക്കെല്ലാം 5 സ്റ്റാർ സൗകര്യങ്ങൾ ഒരുക്കുന്നത് അസാധ്യമെന്നാണ് നിർമ്മാതാക്കളുടെ നിലപാട്. ദീപിക കൽക്കി 2വിൻ്റെ ഭാഗമാകില്ലെന്നും വളരെ ആലോചിച്ച ശേഷം എടുത്ത തീരുമാനമാണെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു. ഈ വിഷയത്തിൽ ദീപിക പദുക്കോൺ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സന്ദീപ് വങ്കറെഡ്ഡിയുടെ സ്പിരിറ്റ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലും ദീപിക സമാന പ്രശ്നം ഉണ്ടാക്കിയതായും വാർത്തകളുണ്ട്. ഈ ചിത്രത്തിലും പ്രഭാസാണ് നായകവേഷം ചെയ്തിരിക്കുന്നത്.